ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മറ്റൊരു ചരിത്രം കൂടെ ഉടലെടുത്ത ദിവസം. നൊടിയുടെ നിമിഷത്തിൽ ക്ലീൻ ഷീറ്റ് എന്ന് പറയുന്ന ആധിപത്യം കൈവിട്ടു പോയെങ്കിലും വിജയമുദ്ര കൈക്കുള്ളിലാക്കി വിജയ പ്രതീക്ഷകളും സീസണിലെ ടേബിൾ പ്രതീക്ഷകളും ഉറപ്പിക്കാനായിട്ട് ബ്ലാസ്റ്റേഴ്സ് വീണ്ടും യാത്ര തുടരുന്നു. ഇത് ടീം ഗെയിം എന്ന ഒറ്റ പേരിൽ മുദ്ര കുത്തപ്പെടേണ്ട ഒരു വിജയം തന്നെയാണ്. കഠിനാധ്വാനത്തിലൂടെ എടുത്തുകാട്ടിയ ഒരേ ഒരു പോരാട്ടം, അതെ, ചെന്നൈയിൻ FC വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതുചരിത്രം രചിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതുവരെയായിട്ട് മത്സരങ്ങൾ വിജയിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ബട്ട് ഈ ഒരു മത്സരം നമുക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു എന്നതാണ്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രീ മാച്ച് ടോക്കിങ്ങിൽ പറഞ്ഞ അതുപോലെയാണ് ആ ഒരു ലൈനപ്പ് വന്നിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു കമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. മത്സരത്തിൻ്റെ ലൈനപ്പിൽ നോഹ സദോയിയെ മാറ്റി നിർത്തി അവിടേക്ക് അമാവിയയെ കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് അതുപോലെ സംഭവിച്ചു. നോഹ സദോയിയെ മാറ്റി നിർത്തി അമാവിയയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരൊറ്റ പ്ലസ് പോയിന്റ് മാത്രം കൊണ്ടാണ് ആ ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള അറ്റാക്കിങ്, അതൊരു സെൻറ്റർ പൊസിഷനിലൂടെ വന്നിട്ടുള്ള ഒരു അറ്റാക്കായി മാറുന്നത്. അതോടുകൂടി അത് ഗോളായി കലാശിക്കുന്നു നമ്മൾ കണ്ടു. സോ നോഹ സദോയി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വീണ്ടും വിങ്ങുകളിലേക്ക് കളിച്ചു പോകുന്ന ശൈലികളായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഈ ഒരു മത്സരത്തിലും കാണാനായിട്ട് സാധിക്കാം. മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ ഹീസസ് ഹിമിനിയസിൻ്റെ ഒരു ഗോള്, അതിൽ നമ്മൾ കോറോ സിംഗിൻ്റെ ഒരു ഹാർഡ് വർക്കിംഗ് ഒക്കെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം മല്ലിട്ടിട്ടുള്ളത്, അതായത് ചെന്നൈയിൻ FC ഡിഫൻസിനോട് അദ്ദേഹം മല്ലിട്ടിട്ടുള്ള ആ ഒരു ശൈലിയൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു രോമാഞ്ചമായിരുന്നു. പിന്നീട് ഹീസസ് ഹിമിനിയസിൻ്റെ ആ ഒരു ഗോളും കൂടെ വരുമ്പോൾ ആകെ മൊത്തം തിമിർത്താടാൻ പറ്റുന്ന ഒരു ഗോളായിരുന്നു അത്. ഈ ഒരു ഗോളിന് ശേഷം കണ്ടിട്ടുള്ള ഫുട്ബോൾ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ ത്രില്ലിംഗ് ആയിട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക്, അതല്ലെങ്കിൽ ചെന്നൈയിൻ FC ആരാധകർക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം അറ്റാക്കിംഗ് ഫുട്ബോളായിരുന്നു ചെന്നൈയിൻ FCയും കേരള ബ്ലാസ്റ്റേഴ്സും അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ അറ്റാക്കിങ്ങിലേക്ക് പോകുന്ന ഒരു ശൈലിയാണ് കണ്ടിട്ടുള്ളത്. അതായത് ആ ഒരു ഗോളിൻ്റെ ലീഡ് മുതലെടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും ഗോൾ അടിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുമ്പോൾ തന്നെ ഡിഫൻസ് ഭദ്രമാക്കി മിഡിൽ പന്ത് ഒട്ടിച്ച് പിടിക്കാനുള്ള ആ ഒരു അവസരം കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നുണ്ട്. ഇതേ സമയം ചെന്നൈയിൻ FC നിരന്തരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ശൈലി നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും സച്ചിൻ സുരേഷിൻ്റെ ഒരു കിണ്ണം കാച്ചിയ ഒരു സേവ്, അതിൽ സച്ചിനെ എടുത്തു പറയണം എന്ന് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ സൂചിപ്പിക്കുകയാണ്. സീസണിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നിരന്തരം അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ശൈലിയാണ് ഈ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഈ ഒരു ഗോളിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട നമ്മുടെ മിഡ്ഫീൽഡ്, അതായത് ടീം വർക്ക്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട നിമിഷങ്ങളാണ്. ഇപ്പോൾ ലൂണയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഡാനിഷ് ഫാറൂഖിനെ സംബന്ധിച്ചിടത്തോളം മിഡ്ഫീൽഡ് അടക്കി ഭരിക്കുന്ന രീതിയിലുള്ള കളിശൈലികളാണ് ഈ ഒരു മത്സരത്തിൽ കണ്ടിട്ടുള്ളത്. അങ്ങനെ മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫിലേക്ക് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വിൽമറിന് റെഡ് കാർഡ് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നും കൂടെ കുറച്ചുകൂടെ അറ്റാക്കിങ്ങിലേക്കോ അതല്ലെങ്കിൽ ഈ മത്സരം വിജയിക്കാനുള്ള മുതൽക്കൂട്ടുകൾ ദൈവം എടുത്തു നൽകുന്ന പോലെയാണ് ആ ഒരു റെഡ് കാർഡ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. വിജയ സാധ്യതകൾ ഒന്നും കൂടെ കൂട്ടാവുന്ന ഒരു നിമിഷം, അത് നമ്മൾ നല്ല രീതിയിൽ മുതലെടുത്തിട്ടുണ്ട്. കാരണം വിൽമർ ജോർഡൻ എന്ന് പറയുന്നത് ചെന്നൈയിൻ FCക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത് പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കളിക്കാരനാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു താരത്തെ പുറത്താക്കിയതിൽ മിലോസ് റിൻസിച്ചും ഒരു സല്യൂട്ട് അർഹിക്കുന്നുണ്ട്. അങ്ങനെ മത്സരം 47-ാം മിനിറ്റിലേക്ക് പ്രവേശിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിച്ച ഗോൾ, ആരാധകർ ഒന്നടങ്കം കോരിത്തരിച്ച ഗോൾ, അർഹതപ്പെട്ട ഒരു ഗോൾ, അതെ, കോറോ സിംഗ്, ഒരു 18-കാരൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പുതുചരിത്രം രചിക്കുന്നതിൽ തൻ്റെ മുദ്ര പതിപ്പിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഗോൾ. അതിലും നമ്മളെ ടീം ഗെയിമിംഗ് ആണ് പറയാനുള്ളത്. അതായത് ഹീസസിന് കൊടുക്കുന്നു, ഹീസസ് പെപ്രക്ക് കൊടുക്കുന്നു, പെപ്ര ലൂണക്ക് കൊടുക്കുന്നു, ലൂണ കോറോക്ക് കൊടുക്കുന്നു, കോറോയുടെ ഒരു വൺ ടച്ചിങ് ഷോട്ട് ആൻഡ് ദിസ് ഗോൾ. വാട്ട് എ ടീം പ്ലേ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ്. സത്യം പറഞ്ഞാൽ രോമാഞ്ചിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു നിമിഷമായിരുന്നു കോറോ നേടിയിട്ടുള്ളൊരു ഗോള്. ഒരുപാട് കുളിര് കോരിപ്പിച്ചിട്ടുള്ള, മനസ്സിലൊരു കുളിര് കോരിപ്പിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം അർഹിച്ചിട്ടുണ്ട്, അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ഒന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു താരത്തിൻ്റെ ഗോളാണ് നമ്മുടെ കോറോ സിംഗിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. പിന്നീട് ലൂണ ഇനി ഉള്ള മത്സരങ്ങളിൽ ഗോൾ നേടും നമ്മൾ വിചാരിക്കുന്നു. ഇതിലും ലൂണയുടെ ആ ഒരു അസിസ്റ്റ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അങ്ങനെ മത്സരം ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ തന്നെ തുടങ്ങുമ്പോൾ നമുക്കറിയാം കോർണർ ഷീൽഡ്സിൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അവിടെ സ്പേസ് ഉണ്ടായത് എന്ന് വീണ്ടും ഒരു ചോദ്യചിഹ്നമാണ്. കാരണം 10 ആളായിട്ട് ചുരുക്കപ്പെട്ട ഒരു ടീം അറ്റാക്കിംഗ് സൈഡിലേക്ക് ചെന്നൈയിൻ FC കൊണ്ടുവരുമ്പോൾ നമ്മുടെ 4 ഡിഫൻസിൻ്റെ ഇടയിലൂടെ ഒരു കേർവിംഗ് ബോൾ കോർണർ ഷീൽഡ്സ് എടുത്ത് അടിക്കുമ്പോൾ എങ്ങനെയാണ് അത്ര മനോഹരമായിട്ട് അദ്ദേഹത്തിന് അടിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായത്? അത് ഡിഫൻസിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ബട്ട് ഇതിലൊന്നും എന്താ പറയുക, നമ്മളെ ഡിഫൻസിനെ താഴ്ത്തി പറയാനായിട്ട് പറ്റില്ല. കാരണം ഇത്തവണ ഈ ഒരു മത്സരത്തിൽ വളരെ മികച്ച പ്രകടനമാണ് ഡിഫൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. മത്സരം 55-ാം മിനിറ്റിലേക്ക് വരുന്നു. ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു മുന്നേറ്റം നെയ്തെടുക്കുന്നു. പന്ത് നേരെ അഡ്രിയാൻ ലൂണയിലേക്ക്. ലൂണ ആ ഫോർവേഡ് പൊസിഷനിൽ നിൽക്കുന്ന പ്ലെയറെ നോക്കിയിട്ട് ഒരു ചെറിയ ചിപ്പിംഗ് കൊടുക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കോരിത്തെറിപ്പിച്ച് ചെന്നൈ ഡിഫൻസിനെയൊക്കെ നോക്കുകുത്തികളാക്കി നിർത്തിയിട്ട് പെപ്രയുടെ ഒരു കിഡിലൻ ടച്ച്, ഒരു സത്യം പറഞ്ഞാൽ അതൊന്നും പാളിയിട്ടുണ്ട്. ബട്ട് ഒരു കിൻഡൽ ഗോൾ,
ലൂണയുടെ രണ്ടാം അസിസ്റ്റ്, വാട്ട് എ ബ്രില്യൻ്റ് അസിസ്റ്റ്, വാട്ട് എ ബ്യൂട്ടിഫുൾ അസിസ്റ്റ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഗോൾ. കേരള ബ്ലാസ്റ്റേഴ്സ് 3 ആൻഡ് ചെന്നൈയിൻ FC 0. ഇതിന് ശേഷം ഉണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ് കളിയൊക്കെ ഒരുപാട് നിരീക്ഷിക്കേണ്ടതുണ്ട്. കാരണം മെല്ലെ പൊസിഷൻ കീപ്പ് ചെയ്ത് ടൈമൊക്കെ കളയാനായിട്ട് ബോളൊന്ന് ഹോൾഡ് ചെയ്ത് സെൻറ്ററിലൊക്കെ ഇങ്ങനെ കറക്കി ഡാനിഷിനൊക്കെ എടുത്തു പറഞ്ഞാൽ മതിയാവില്ല. കാരണം അത്രക്കും മികച്ച പ്രകടനം ഈ ഒരു കളിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നീടാണ് നോഹ സദോയുടെ ആ ഒരു കടന്നുവരവ്. 78-ാം മിനിറ്റിലാണ് തോന്നുന്നു നോഹ സദോയി കടന്നു വരുന്നു. നോഹ സദോയുടെ ആ ഒരു വരവ് സത്യം പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ഒന്നുകൂടെ എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഒരു പ്രതീക്ഷകൾ ഉണർത്തിയിട്ടുണ്ട്. കാരണം ടൈം വേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോഹയെ പോലെയുള്ള താരങ്ങൾ നിർബന്ധമാണ്. കാരണം ആ ഒരു സൈഡിലൂടെയുള്ള ഡ്രിബ്ലിങ്ങും അദ്ദേഹത്തെ പോലെയുള്ള പന്ത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ആ ഒരു കഴിവൊക്കെ നോഹ സദോയെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള ആൾക്കാർ കേരള ബ്ലാസ്റ്റേഴ്സിലുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രീ കിക്കും അതുപോലെ തന്നെ ഒരു കിഡിലൻ ഷോട്ടും നമുക്ക് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അവസാനം 90-ാം മിനിറ്റിൽ ആ ഒരു ക്ലീൻ ഷീറ്റ് കളഞ്ഞു കുളിച്ചുകൊണ്ട് വിൻസി ബാരറ്റോ ഒരു ഗോൾ കരസ്ഥമാക്കി. ചെന്നൈയിൻ FCയെയും എടുത്തു പറയേണ്ടതുണ്ട്. കാരണം 10 ആളായി വെച്ച് ചുരുക്കിയിട്ടും ആ ഒരു പ്രതിസന്ധി ഘട്ടമൊന്നും അവർ കണക്കിലെടുക്കാതെ അറ്റാക്കിംഗ് സൈഡിലേക്ക് ഒരുപാട് പന്തുകൾ കൊണ്ടുവരുന്നുണ്ട്. ബോക്സിൽ കയറിയിട്ട് ഷോട്ട് എടുക്കാനായിട്ട് മുതിരുന്നുണ്ട്. ഇതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇർഫാൻ എഡ്വാർഡ് ആൻഡ് എന്താ പറയുക കോർണർ ഷീൽഡ്സ്, നവാസിനൊക്കെ 3 ഗോള് കൺസീഡ് ചെയ്തു എന്ന് കരുതി തള്ളിക്കളയാനായിട്ട് പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സേവുകളൊക്കെ ചെന്നൈയിൻ FCയെ ഒരു പരിധിക്ക് വീണ്ടും രക്ഷിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് നോഹ സദോയും ലൂണയും തമ്മിലുള്ള ആ ഒരു തർക്കം. അതിൽ നമ്മൾ ഒരിക്കലും നോഹ സദോയെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഒന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഓളം വളരെ വലുത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൽ. സോ എനിക്ക് പറയാനുള്ളത് ലൂണയുടെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹം ഒരു ക്യാപ്റ്റനാണ്. ആ ഒരു അവസരത്തിൽ ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കുന്നു, 2 താരങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നു. ബട്ട് അദ്ദേഹത്തിന് ആ ഒരു പാസ് നൽകാമായിരുന്നു. ലൂണ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അല്ലെങ്കിൽ ലൂണ തട്ടിക്കയറിയതിൽ ഒരു തെറ്റുമില്ല. സോ കളി കഴിഞ്ഞിട്ടും നമ്മൾ അദ്ദേഹം കൈ കൊടുക്കാതെ പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹം ലൂണ എന്ന് പറയുന്നത് ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യാനും അതല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാനും അർഹതയുണ്ട്. സോ നോഹ സദോയി ചെയ്തത് വലിയ തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസും പിന്നെ നോഹ ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു മുഖം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് 11-ൽ കൊണ്ടുവരാത്ത ഒരു വിഷമം അതല്ലെങ്കിൽ എന്തോ ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പന്ത് പായായി പോയി, അല്ലെന്നുണ്ടെങ്കിൽ 4 ഗോളും കൂടെ നമുക്ക് ഇടായിരുന്നു. ഇഷാൻ പണ്ഡിതൊക്കെ നെവറായിട്ട് ഒരു ഗോൾ അടിക്കാമായിരുന്നു എന്നൊക്കെ തോന്നി. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ മത്സരത്തെ പറ്റിയെന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടരുക. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടോ. അതിലേക്കും ബൈ.